നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ വയേർഡ് ഓട്ടോമേഷനും വയർലെസ് ഓട്ടോമേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു പുതിയ വീട് വയ്ക്കാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജോജോ എനിക്ക് റെക്കമെൻഡ് ചെയ്യുക? വയേർഡ് ആണോ നല്ലത്, അതോ വയർലെസ് ആണോ എനിക്ക് നല്ലതായിട്ട് വരുന്നത്? ഇന്ന് ഈ ക്വസ്റ്റ്യൻ വളരെ വാലിഡ് ആണ്. കാരണം വയേർഡ് ഓട്ടോമേഷൻ എന്താണ്, വയർലെസ് ഓട്ടോമേഷൻ എന്താണ് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പലരും കബളിപ്പിക്കപ്പെടുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയേർഡ് ഓട്ടോമേഷൻ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വയർലെസ് ഓട്ടോമേഷൻ ചെയ്യുകയും വയർലെസ് ഓട്ടോമേഷൻ ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും വയേർഡ് ഓട്ടോമേഷൻ ചെയ്യുന്നത് നടക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളൊരു 5000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ്, നമ്മളെ വീടിൻ്റെ എൻ്റയർ ഏരിയ നമുക്ക് ഓട്ടോമേഷനിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ വയേർഡ് ഓട്ടോമേഷനിലേക്ക് പോവാം. കാരണം വയേർഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഇന്ന് വേൾഡിൽ പ്രൂവനായിട്ട് ലോങ് ലാസ്റ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം നമ്മൾ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നോർമൽ വയറിംഗ് പോലെ തന്നെ നമുക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നും വരില്ല. വയർലെസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഏരിയകൾ അല്ലെങ്കിൽ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള സ്വിച്ചസ് മാത്രം നമുക്ക് ചെയ്താൽ മതി. ഓട്ടോമേഷൻ ചെയ്യണം, അതേപോലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം. ഈ 2 കാറ്റഗറി വരുന്നവർക്ക് മാത്രമാണ് വയർലെസ് ഓട്ടോമേഷൻ നല്ലത്. അതല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡിവൈസസും, TV ആയാലും ഫ്രിഡ്ജ് ആണെങ്കിലും അല്ലെങ്കിൽ AC ആയിക്കോട്ടെ, കർട്ടൻസ് ആയിരിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് മൊബൈലിലാണ് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ഓട്ടോമേഷൻ വേണമെങ്കിൽ ആ വീടുകളും ആ പ്രൊജക്ട്സുകളും വയർഡ് ഓട്ടോമേഷൻ ചെയ്യുക. കാരണം വൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും കംപ്ലൈൻറ്റിൻ്റെ ഒരു ചാൻസസ് ഇല്ല. വയർലെസ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വയറിങ്ങിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വയർലെസ് ആക്കി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേണ്ടതിന് പകരം വേണ്ടാത്തത് ചെയ്യുകയും എന്നാൽ ആവശ്യമുള്ളത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഉപയോഗം കറക്റ്റായിട്ട് നടക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.